വളപട്ടണത്തെ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പണവും സ്വർണവും പ്രതി ലിജീഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തുവെന്ന് കണ്ണൂർ റൂറൽ എസ് പി കെ അജിത് കുമാർ. കട്ടിലിനടിയിൽ പ്രത്യേക അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും കണ്ടെടുത്തു. CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായതെന്ന് കണ്ണൂർ റൂറൽ എസ് പി പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചത്? അല്ലെങ്കിൽ എത്തരത്തിലായിരുന്നു ഇത്രയും സ്വർണവും പണവും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പ്രതി അറിഞ്ഞത്? ഇതിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇത്രത്തോളം തുകയും 300 പവനോളം സ്വർണം ഒരു വീട്ടിൽ സൂക്ഷിക്കാനുള്ള അനുമതി വ്യക്തികൾക്കില്ലല്ലോ. കാരണം വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് പോലും 60 പവനിൽ കൂടുതൽ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയില്ല. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഈ വിഷയത്തിലുണ്ടല്ലോ. ദേവിക, പോലീസിനെ സംബന്ധിച്ചൊരു നിർണായക അറസ്റ്റ് തന്നെയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംബന്ധിച്ചൊരു വലിയ വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടായത്. കാരണം ഈ വളപട്ടണം കവർച്ചാ കേസ് പോലീസ് വലിയ തലവേദന ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെയാണ് അന്വേഷണത്തിലൂടെ കൃത്യമായ പ്രതിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു അന്വേഷണം നടന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി വിപുലമായ പരിശോധനകളാണ് നടത്തിയത്. കാരണം 100ഓളം CCTVകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു. 75 വിരലടയാളങ്ങൾ പരിശോധിച്ചു. സമാന കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ആളുകളെ കുറിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിനൊടുവിലാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, അതായത് 20-ാം തീയതിയാണ് അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടക്കുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് 21-ാം തീയതിയും ഈ പ്രതി തെളിവ് നശിപ്പിക്കാനും അവിടെ ഉപേക്ഷിച്ചു പോയ ഉളിയെടുക്കാനുമായി ആ വീട്ടിൽ വീണ്ടും കയറിയിരുന്നു. ആ രണ്ടാമത്തെ തവണ അഷ്റഫിന്റെ വീട്ടിൽ കയറിയ സമയത്ത് ആ പ്രതിയുടെ ദൃശ്യം CCTVയിൽ കുടുങ്ങുകയായിരുന്നു. കഷണ്ടിയുള്ള ഒരാളുടെ ദൃശ്യം CCTVയിൽ കുടുങ്ങിയതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ സഹായകരമായത്. ആ ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഒടുവിൽ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ലിജീഷിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി അയാളുടെ ഫോൺ അടക്കം വാങ്ങി പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, അയാളുടെ വിരലടയാളവും അവിടെ നിന്ന് ശേഖരിക്കുകയുണ്ടായി. ഈ ലിജീഷിന്റെ വിരലടയാളം പരിശോധിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ വർഷം, അതായത് 2023 കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മറ്റൊരു മോഷണ സ്ഥലത്ത് നിന്ന് ലഭിച്ച വിരലടയാളവുമായി ഇത് ചേർന്ന് പോകുന്നുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യാനായി പ്രതിയെ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ അയാളുടെ വീട്ടിനുള്ളിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി 1,21,00,000 രൂപയും 267 പവനും ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് ഈ മോഷണത്തിന്റെ ചിത്രം പോലീസിനെ സംബന്ധിച്ച് വ്യക്തമായത്. അതായത് 20-ാം തീയതി ഈ വെൽഡറായ, അതായത് വെൽഡിംഗ് ജോലി ചെയ്യുന്ന ആളാണ് ഈ ലിജീഷ്. അതുകൊണ്ട് തന്നെ കൃത്യമായി എങ്ങനെ ഓരോ ഇരുമ്പ് കമ്പികളൊക്കെ എങ്ങനെ മുറിക്കണം, എങ്ങനെ പൊട്ടിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധമുള്ള ആളാണ് ലിജീഷ്. അങ്ങനെ 20-ാം തീയതി ഈ അഷ്റഫിന്റെ വീട്ടിലെത്തി ജനലിന്റെ ഗ്രില്ല് തകർത്തുകൊണ്ട് വീട്ടിനുള്ളിൽ കയറി ഈ ലോക്കർ കൃത്യമായി തുറന്ന് ഈ 1,21,00,000 രൂപയും അതുപോലെ തന്നെ 267 പവനും മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. പ്രതി ഈ സംഭവത്തിന് ശേഷവും നാട് വിടാനൊന്നും തയ്യാറായിരുന്നില്ല. സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. പോലീസ് ആദ്യഘട്ടത്തിൽ പ്രാഥമിക വിവരത്തിനായി ഈ പ്രതിയുടെ വീട്ടിലും പോലീസ് എത്തിയിരുന്നു. ആ സമയത്ത് തങ്ങൾ അസ്വാഭാവികമായി ഒന്നും കണ്ടിരുന്നില്ല എന്നൊരു മൊഴിയാണ് ഈ പ്രതി പോലീസിന് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോവുകയും ഒടുവിൽ യഥാർത്ഥ പ്രതി ലിജീഷ് ആണെന്ന് പോലീസ് കണ്ടെത്തുകയുമായിരുന്നു. പോലീസിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല. ദേവിക. ശരി മിഥുൻ, മറ്റൊരു കാര്യം കൂടി, ഈ അഷ്റഫിനെതിരെ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇത്രത്തോളം പണം കയ്യിൽ സൂക്ഷിക്കുക, വീട്ടിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമല്ലേ? കാരണം ഇത്രയും സ്വർണവും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടല്ലോ. ദേവിക, നിലവിൽ അതേ സംബന്ധിച്ച് നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല. കാരണം അതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയോ മറ്റോ ഉണ്ടെങ്കിൽ ED അടക്കമുള്ള സംവിധാനങ്ങളാണ് അന്വേഷിക്കേണ്ടത്. നിലവിൽ പോലീസ് ഈ മോഷണ കേസ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിരിക്കുന്നത്. അതേസമയം കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ, ഇദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. ഇവിടെ അരി വിതരണത്തിൽ, അതായത് ബിരിയാണി അരിയുടെ മൊത്ത വിതരണമാണ് അഷ്റഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സോഴ്സ് ഉണ്ടെങ്കിൽ, രേഖകൾ ഉണ്ടെങ്കിൽ പണം വീട്ടിൽ സൂക്ഷിക്കാമെന്നൊരു കാര്യമാണ് പറയപ്പെടുന്നത്. ഏതായാലും അതേ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും വ്യക്തത തുടർ അന്വേഷണത്തിൽ മാത്രമായിരിക്കും വരികയുള്ളൂ. ദേവിക. ശരി, കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിശദ വിവരങ്ങൾ നൽകിയത്.